മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. നമ്മുടെ രാജ്യത്ത് വലിയ രീതിയിൽ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പച്ചവർഗീയതയുമായിട്ട് AR റഹ്മാൻ രംഗത്തെത്തിയിട്ടുണ്ട്. ഒന്നാം നമ്പർ ജിഹാദി തന്നെയാണ് ഈ AR റഹ്മാൻ എന്നുള്ളതിൽ ഒരാൾക്ക് പോലും ഒരു തരത്തിലും ഇനി ഒരു തർക്കത്തിന്റെ ആവശ്യമില്ല. ഇതെന്തെങ്കിലും വെറുതെ വിളിച്ചു പറയല്ല. കൃത്യമായ തെളിവുകൾ ഇയാൾ എത്രത്തോളം വലിയ ജിഹാദിസമാണ് ഈ രാജ്യത്ത് നടപ്പിലാക്കാൻ പോകുന്നത്, എത്രത്തോളം വലിയ ആയിട്ടാണ് രംഗത്തെത്തിയത് എന്ന് നമ്മൾ തെളിവ് സഹിതമാണ് ഈ ഒരു വീഡിയോയിൽ മുന്നോട്ട് വെക്കുന്നത്. എന്താണ് ഈ AR റഹ്മാന് വിളിച്ചു പറയുന്നത്? കഴിഞ്ഞ 8 വർഷക്കാലമായിട്ട് ബോളിവുഡിൽ തനിക്ക് അവസരമില്ല, മാത്രവുമല്ല ഇത് അവസരം കിട്ടാത്തതിന് അധികാരം മാറിയത് കൊണ്ടും വർഗീയവൽക്കരണം കൊണ്ടൊക്കെയാണ് എന്നാണ് വിളിച്ചു പറയുന്നത്. അതായത് തന്റെ മതം കാരണമാണ് തനിക്ക് അവസരം കിട്ടാത്തത് എന്ന ആഗോളതലത്തിൽ ജിഹാദികൾ എന്താണോ വിളിച്ചു പറയുന്നത് അത് തന്നെയാണ് ഈ പറയുന്ന ഈ AR റഹ്മാനും നമ്മുടെ രാജ്യത്ത് നിന്ന് വിളിച്ചു പറയുന്നത്. ഇനി ഈ AR റഹ്മാന്റെ അവസരത്തെ കുറിച്ച് നമ്മളൊന്ന് പരിശോധിക്കണം. ഈ കഴിഞ്ഞ 8 വർഷത്തിന് മുമ്പ് വരെ എന്ന് പറയുമ്പോൾ 2017 മുതൽ ഈ സമയം വരെയാണല്ലോ. അപ്പൊ 2017 വരെയുള്ള 8 വർഷത്തെ കണക്ക് നോക്കുമ്പോൾ അതിനേക്കാൾ മികച്ച രീതിയിലാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന AR റഹ്മാൻ ഈ കഴിഞ്ഞ 8 വർഷം മുന്നോട്ട് പോകുന്നത്. മാത്രമല്ല ഈ വർഗീയവൽക്കരണം മതത്തിന്റെ പേരിൽ മാറ്റി നിർത്തിയോ എന്നാണല്ലോ BBC-ക്കാണ് കൊടുത്തത്. ഈ BBC-ക്കൊക്കെ നമ്മുടെ രാജ്യത്തിനെതിരെ കൃത്യമായിട്ടൊരു അജണ്ടയുണ്ട്. ലോകം മൊത്തം നമ്മുടെ രാജ്യത്തൊരു വലിയ പ്രശ്നം നടക്കുകയാണ് എന്ന് വലിയ രീതിയിൽ പ്രചരിപ്പിക്കാനാണ് ഈ BBC-യുടെ പണി എന്ന് പറയുന്നത്. ആ BBC-ക്ക് തന്നെ പോയിട്ട് ഇത്തരത്തിലൊരു അഭിമുഖം കൊടുത്തതിലൊക്കെ തന്നെ നമ്മുടെ രാജ്യത്തിനെതിരെ വ്യക്തമായ രീതിയിൽ AR റഹ്മാൻ പ്രവർത്തിക്കുക എന്നുള്ളത് തന്നെയാ നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കേണ്ടത്. BBC-ക്ക് തന്നെയാണ് നമ്മുടെ രാജ്യത്ത് വലിയ പ്രശ്നമാണെന്ന രീതിയിൽ അഭിമുഖം കൊടുത്ത് ലോകമൊത്തം ഇപ്പൊ ചർച്ചയാ. ഈ AR റഹ്മാൻ എന്ന് പറയുന്നത് ലോകമൊത്തം അറിയുന്ന ഒരു പാട്ടുകാരൻ, അതൊരു യാഥാർത്ഥ്യ. ഈ പറയുന്ന AR റഹ്മാന് ജിഹാദിസമാണ് നമ്മുടെ രാജ്യത്തേക്ക് ഇങ്ങനെ കുത്തിയിറക്കുന്നത്. ഈ പറയുന്ന AR റഹ്മാൻ അല്ലേ ഈ വരുന്ന ബോളിവുഡിലെ സിനിമാ മേഖല തന്നെ വലിയ സംഭവമായിട്ട് ബിഗ് ബജറ്റ് പടമായിട്ടുള്ള രാമായണം സിനിമയില് ഇതുമായി ബന്ധപ്പെട്ട് വാർത്തകളിൽ വ്യക്തമായി ഇത് വലിയ പ്രതീക്ഷയിലാണ് ഈ രാജ്യം തന്നെ. ബോളിവുഡ് സിനിമാ ലോകം വലിയ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഈ രാമായണം സിനിമയിൽ സംഗീതം ഒരുക്കുന്നത് AR റഹ്മാനാ. ഇത് കൃത്യമായിട്ട് പറയുന്നു. രാമനും സീതയുമായി രൺബീർ കപൂറും സായി പല്ലവിയും അഭിനയിക്കുന്ന ചിത്രത്തിൽ യാഷാണ് രാവണനായി എത്തുന്നത്. AR റഹ്മാനും ലോകപ്രശസ്തനായിട്ടുള്ള ഹാൻസ് സിമ്മറുമാണ് ചിത്രത്തിൽ സംഗീതം ഒരുക്കുന്നത്. രാമായണം സിനിമയിലെ വലിയ ബിഗ് ബജറ്റ് സിനിമയിൽ പോലും സംഗീതം ഒരുക്കുന്നത് ഈ നല്ല ഒന്നാം നമ്പർ ജിഹാദി ആയിട്ടുള്ള AR റഹ്മാനാ. നമ്മൾ ജിഹാദി എന്ന് വെറുതെ പറയല്ല. സകല അവസരങ്ങളും സകലതും ഈ രാജ്യത്ത് നിന്ന് ലഭിച്ചിട്ടോ ഹിന്ദുവുമായി ബന്ധപ്പെട്ട്, ഹിന്ദു ചരിത്രവുമായി ബന്ധപ്പെട്ട്, നമ്മുടെ രാജ്യത്തിന്റെ പൈതൃകവുമായി ബന്ധപ്പെട്ടും ഒരു സിനിമ ബിഗ് ബജറ്റ് പടം ഇറങ്ങാൻ വരുന്നതിൽ പോലും ഈ പറയുന്ന നിറകെട്ട AR റഹ്മാൻ തന്നെയാ സംഗീതം കൊടുക്കുന്നത്. അപ്പൊ ഇതിന് കൃത്യമായിട്ടൊരു ജിഹാദി അജണ്ട BBC മാധ്യമത്തിന് മുന്നിൽ പോയിട്ട് ഈ രാജ്യത്ത് പ്രശ്നമാണ്, രാജ്യത്ത് വിഷയമാണോ എന്ന് വിളിച്ചു പറയുന്നതിൽ കൃത്യമായിട്ടൊരു ജിഹാദി അജണ്ട അല്ലേ നമ്മുടെ രാജ്യത്തിനെതിരെ തന്നെയാ ഈ AR റഹ്മാൻ പ്രവർത്തിച്ചിട്ടുള്ളത്. ഇനി നമ്മുടെ രാജ്യത്തിന്റെ യന്ത്ര സംവിധാനങ്ങളൊക്കെ ഈ പറയുന്ന AR റഹ്മാനെ പറയുന്ന മധുവായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിൽ എതിർക്കുന്നുണ്ടോ? ഓരോ ആളുകളും ചിന്തിക്കേണ്ടതാ. നരേന്ദ്രമോദി സർക്കാരിന്റെ കാലത്ത് ഈ കഴിഞ്ഞ പ്രാവശ്യം പോലും ഏറ്റവും മികച്ച രാജ്യത്തെ ദേശീയ ചലച്ചിത്ര അവാർഡിൽ പോലും ഏറ്റവും മികച്ച നടൻ എന്ന് പറയുന്നത് ഇന്ത്യൻ മുസൽമാനായിട്ടുള്ള ഷാറൂഖ് ഖാൻ അല്ലേ? ഓരോ ആളുകളും ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഈ സിനിമാ മേഖലയിൽ തന്നെ ഷാറൂഖ് ഖാൻ ഗാൻമാർ അടക്കി ഭരിക്കുന്ന ഒരു സിനിമാ മേഖല കൂടിയല്ലേ? ഈ ഗാൻമാരെയൊക്കെ തന്നെ ആരാണ് ഈ കൈയടിച്ച് വലിയ സംഭവമാക്കിയിട്ടുള്ളത്? ഈ രാജ്യത്തെ ഭൂരിപക്ഷം വരുന്ന ഹിന്ദു സമൂഹം തന്നെയാ. ഒരു തർക്കമില്ലാത്ത വിഷയ. ഒരു വർഗീയതയും ഇല്ലാത്തത് കൊണ്ട് തന്നെയല്ലേ ഇത്തരം ആളുകളെയൊക്കെ തന്നെ കൈയടിച്ച് വലിയ രീതിയിൽ ഈ രാജ്യത്തെ തന്നെ മികച്ച നടന്മാരായിട്ട് ഈ പറയുന്ന ഖാൻമാരൊക്കെ മുന്നോട്ട് പോകുന്നത്. എന്നിട്ട് ആ ഹിന്ദു സമൂഹത്തിന്റെ മുഖത്ത് നോക്കിയല്ലേ ഈ പറയുന്ന നിറകെട്ട AR റഹ്മാൻ തുപ്പുന്നതിന് സമല്ലേ ഈ വിളിച്ചു പറഞ്ഞ നിറകേട് എന്ന് പറയുന്നത്? നമ്മുടെ രാജ്യത്ത് ഹിന്ദു മതത്തിനെതിരെ, നമ്മുടെ രാജ്യത്തിനെതിരെയൊക്കെ നിരന്തരം സിനിമകൾ ഇറങ്ങാറുണ്ട്.
നിരന്തരം സിനിമകൾ ഇറക്കാറുണ്ട്. അത്തരത്തിലൊക്കെ തന്നെ വലിയ പങ്ക് വഹിക്കുന്ന ആളാണ് ഈ ആർ റഹ്മാൻ ഉൾപ്പെടെ. എന്നിട്ടും സഹിഷ്ണുതയുള്ള ഒരു മത ആയതുകൊണ്ടൊക്കെ തന്നെ ഇവർ ഈ ആർ റഹ്മാൻ എന്ന് തള്ളിപ്പറയുന്നൊന്നുമില്ല. നിലവിൽ ഇതുവരെ തള്ളിപ്പറഞ്ഞിട്ടൊന്നുമില്ല. ആളുകൾ ഇതൊക്കെ തിരിച്ചറിയുമ്പോൾ പതുക്കെ ഈ തള്ളിപ്പറയലൊക്കെ ഉണ്ടാവും. ഏതെങ്കിലും ഒരു മതം അവരുടെ മതത്തിനെതിരെ പറയുന്ന ഒരു സിനിമാ നടനെയോ സിനിമയൊക്കെ അംഗീകരിക്കുമോ? പക്ഷെ ഹിന്ദു മതവുമായി ബന്ധപ്പെട്ട് രാജ്യത്തിന്റെ ചരിത്രമൊക്കെ രാജ്യത്തിന് എതിരെയാണെങ്കിലും ഇവിടെ സിനിമ ഇറങ്ങിയിട്ടോ ഈ പറയുന്ന എ ആർ റഹ്മാനെ ആരും തള്ളിക്കളഞ്ഞിട്ടൊന്നുമില്ല. പക്ഷെ കാലം അവരെയൊക്കെ എടുത്ത് ചവറ്റുകൊട്ടയിൽ എറിയുമെന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യം തന്നെയാ. അത് നമുക്കൊക്കെ തന്നെ ഏതായാലും കാത്തിരുന്ന് കാണുക തന്നെ ചെയ്യാം. ഈ എ ആർ റഹ്മാനൊക്കെ ഈ രാജ്യത്തിനെതിരെ പ്രവർത്തിച്ചതിന് രാജ്യത്ത് പ്രശ്നമാണോ എന്ന് ലോകത്തോടാണ് ഈ എ ആർ റഹ്മാൻ വിളിച്ചു പറഞ്ഞത്. അതും ഹിന്ദു സിനിമ രാജ്യത്തിറങ്ങാൻ പോകുന്ന ഏറ്റവും വലിയ ഹിന്ദു ചരിത്രവുമായി ബന്ധപ്പെട്ട സിനിമയിൽ പോലും അതിൽ വ്യക്തമായിട്ട് സംഗീതം ഒരുക്കുന്നത് പോലും ഈ ആർ റഹ്മാനാ. എന്നിട്ട് പറയാണ് ഇവിടെ ഇന്ന മതത്തിൽ പ്രശ്നമാണോ എന്ന്. പിന്നെ അമിത്ഷാക്കെതിരെ പോലും ഈ ആർ റഹ്മാൻ പോസ്റ്റായിട്ട് രംഗത്തെത്തിയിട്ടുണ്ട്. ഏത് വിഷയത്തില്? ഹിന്ദി ഭാഷക്കെതിരെയുള്ള പ്രതിഷേധത്തില് അമിത്ഷാക്കെതിരെ പോലും പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ ആർ റഹ്മാൻ എന്താ വിളിച്ചു പറയാറുള്ളത്? ബോളിവുഡ് സിനിമയിൽ അവസരം, ഹിന്ദി ഭാഷയിലുള്ള സിനിമയ്ക്ക് ഹിന്ദി ഭാഷക്കെതിരെ തന്നെ നിലപാടെടുത്തട്ടോ. നിങ്ങൾ ഈ വർഗീയത എന്ന് പറയുന്ന ഒരു സമൂഹം നിങ്ങളെയൊക്കെ വീണ്ടും വീണ്ടും ചേർത്ത് പിടിച്ചിട്ട് തന്നെയല്ലേ ഈ എ ആർ റഹ്മാനൊക്കെ ഇന്നത്തെ എ ആർ റഹ്മാനായത്? നിങ്ങൾ ഈ ഹിന്ദി ഭാഷക്കെതിരെ പോലും നിങ്ങൾ പ്രതിഷേധം നടത്തി ഈ പറഞ്ഞ എ ആർ റഹ്മാനെ. എന്നിട്ട് ആ ഭാഷയിലെ സിനിമ ബോളിവുഡ് സിനിമയിൽ അവസരമില്ലാന്ന്. ഇത്ര നെറുകേടാണ് ഈ എ ആർ റഹ്മാനൊക്കെ വിളിച്ചു. പിന്നെ അമിത്ഷാക്കെതിരേക്ക് പ്രതിഷേധമൊക്കെ നടത്തുമ്പോ രാഷ്ട്രീയപരമായിട്ട് പണി കിട്ടിയിട്ടില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. എ ആർ റഹ്മാനൊക്കെ നല്ല പണി തന്നെ കിട്ടൂ. മുട്ടിയത് അമിത്ഷായോടാ. രാഷ്ട്രീയപരമായിട്ട് നിങ്ങൾ ഇതൊരുമാതിരി രാജപ്പൻ ശൈലിയാ. നമ്മുടെ കേരളത്തിലെ രാജപ്പൻ ശൈലിയല്ലേ നമ്മൾ ഈ കാണുന്നത്. അമിത്ഷാക്ക് എതിരെ എന്തും പറയാ, പക്ഷെ തിരിച്ചൊരു പണി കിട്ടുമ്പോഴേക്കോ പ്രശ്നമാണ്. യഥാർത്ഥത്തിൽ എ ആർ റഹ്മാൻ ഒരു പണി വന്നിട്ടില്ല, വരാൻ പോകുന്നുണ്ടാവും. അത് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒരു പണിയും ഇല്ലാതിട്ടോ ഇരവാദങ്ങനെ രാമായണ സിനിമയിൽ പോലും സംഗീതം ഒരുക്കാൻ പോകുന്നു. ഈ നെറികെട്ട ഈ പറയുന്ന എ ആർ റഹ്മാനൊക്കെ നെറികേറ അങ്ങേയറ്റത്തെ നെറികേടാണ് നമ്മുടെ രാജ്യത്തോട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങേയറ്റത്തെ നെറികേട് ഒരു തരത്തിലും ഒരു മതത്തിന്റെ പേരിലും മാറ്റി നിർത്താതെ നമ്മുടെ രാജ്യത്ത് വരുന്ന ബഹുഭൂരിപക്ഷം ഹിന്ദു സമൂഹം ബോളിവുഡ് സിനിമ കാണുന്നതിൽ ബഹുഭൂരിപക്ഷം, ഇവരൊക്കെ വർഗീയത എന്ന് പറയുന്ന ബഹുഭൂരിപക്ഷം ആളുകളൊക്കെ ഇവനെ നെഞ്ചോട് ചേർത്ത് മുന്നോട്ട് പോകുമ്പോഴും കൊഞ്ഞനം കുത്തുന്ന എ ആർ റഹ്മാനൊക്കെ ഈ അവഗണിക്കൽ നിർബന്ധ ഒരു അർപ്പമില്ലാത്ത വിഷയ. ഇതിനൊക്കെ അവഗണിച്ച് തന്നെ നമ്മൾ ഈ പറയുന്ന ഈ രാജ്യത്തെ സ്നേഹിക്കുന്നവർ മുന്നോട്ട് പോകണോ? ഇത് രാജ്യത്ത് കുട്ടിച്ചോറാക്കുന്നതിന് സമല്ലേ? ഓരോ വിവേകമുള്ള ജനതയും ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഈ രാജ്യത്ത് മതപരമായിട്ടോ ഒരു വിഷയം ഇല്ലാതിരിക്കുമ്പോ ഈ രംഗത്തെത്തിയിട്ട് ഇരവാദം. എന്നിട്ട് ഇയാളെ സിനിമ ഏതായാലും വരാൻ പോകുന്നത് നോക്കുമ്പോ ഹിന്ദു മതവുമായി ബന്ധപ്പെട്ട് രാമായണ സിനിമയിലാണ് സംഗീതം ഒരുക്കും. അതും കോടിക്കണക്കിന് രൂപ പ്രതിഫലം വാങ്ങിയിട്ട്. എന്നിട്ട് ഈ ആർ റഹ്മാനൊക്കെ പറയാണ് ഇവിടെ മതത്തിന്റെ പേരിൽ മാറ്റി നിർത്തുന്നു. ഇവരൊക്കെ എത്ര പച്ച വർഗീയവാദിയ, ഇവരൊക്കെ നല്ല ഒന്നാന്തരം ജിഹാദിയ. ഇവരൊക്കെ യഥാർത്ഥത്തിൽ രാജ്യത്തോട് ചേർന്ന് നിൽക്കുന്ന മുസ്ലിങ്ങളെ ഭയപ്പെടുത്തുക കൂടി ചെയ്യുന്നുണ്ട്. ഭയപ്പെടുത്തല്ലേ? ഇവരൊന്നും ഒരു പ്രശ്നമില്ല. പക്ഷെ സാധാരണക്കാര് ദിനം പ്രതി കൂലിപ്പണിക്ക് ഉൾപ്പെടെ പോയിട്ട് രാജ്യത്തോട് ചേർന്ന് നിന്ന് സമാധാനത്തിൽ ജീവിക്കുന്ന സാധാരണ മുസ്ലിങ്ങളെ ഭയപ്പെടുത്തുകൂടി. അവിടെ മുസ്ലിങ്ങൾക്കെതിരെ എന്തോ സംഭവിക്കുന്നത്. എന്നിട്ട് ഇവരാണെങ്കിൽ സകല രീതിയിൽ മുന്നോട്ട് പോയി സകല സൗകര്യങ്ങളും അനുഭവിച്ചിട്ടേ. ഇതൊക്കെ സകല ബോധമുള്ള മലയാളികളും തിരിച്ചറിയണം. ഈ എ ആർ റഹ്മാനൊക്കെ നല്ല ഒന്നാന്തരം പച്ച വർഗീയവാദിയാ, അല്ല ഒന്നാന്തരം ജിഹാദിയ. ഒരു തർക്കമില്ലാത്ത വിഷയം, അതിൽ ഒരു തർക്കമില്ലാത്ത വിഷയം. BBC-ക്കൊക്കെ നമ്മുടെ രാജ്യത്ത് പ്രശ്നമാണോ എന്ന് വിളിച്ചു പറയുന്നത് ഒരു അങ്ങേയറ്റത്തെ നെറികേട് തന്നെയല്ലേ? ഇവരൊക്കെ പച്ച വർഗീയവാദി അല്ലാതെ മറ്റാരാണ്? നല്ല ഒന്നാന്തരം രാജ്യവിരുദ്ധരും കൂടിയാണ്. എ ആർ റഹ്മാൻ എന്നുള്ളത് ഒരു തർക്കമില്ല. കാരണം സമാധാനത്തിൽ പോകുന്ന നമ്മുടെ ഈ രാജ്യത്ത് പ്രശ്നം ഉണ്ടാക്കാനായിട്ട് ലോകം മൊത്തം ശ്രദ്ധിക്കുന്ന രീതിയിൽ ഇവിടെ പ്രശ്നമാണോ, ഇവിടെ എന്റെ ഭാഗത്തൊരു പ്രശ്നമാണോ എന്ന് പറയുമ്പോ ഇവരൊക്കെ ഒന്നാന്തരം ജിഹാദി തന്നെ അല്ലേ?